കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനെ തീറ്റ കൊടുക്കാനായി കുഞ്ഞുകളറിയുന്നു. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. എന്താ പേര്? അവിനാഷ്. എവിടെ സ്ഥലം? കൊല്ലം. കൊല്ലം. സിജോ. സ്ഥലം ഓർമ്മയില്ല സ്ഥലം? എവിടെ? ജസ്വിൻ. പൊഴിയൂർ സ്ഥലം. അഖിൽ വിഴിഞ്ഞം. വിഴിഞ്ഞം. ഏത് സ്കൂളിലെല്ലാവരും? ഇന്നിവിടെ കറങ്ങാൻ വന്നതാണോ? എക്സാം കഴിഞ്ഞിട്ട് ഒരു എൻജോയ്മെന്റിന് വേണ്ടി വന്നതല്ലേ? അപ്പോൾ ഈ പ്രോഗ്രാം എന്താണെന്ന് അറിയാവോ? ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും, അതിന് രസകരമായ ആൻസർ തരിക, 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. ആരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയി. ഓക്കെ, അറിയാലോ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം, സമയം കളയണ്ട. ആദ്യത്തെ ചോദ്യം, ഓടി നടക്കും തീപ്പന്തം എന്താണ്? ഓടി നടക്കുന്ന തീപ്പന്തം ഏതാണ്? എന്തോ ഇതാണോ കുസൃതി ചോദ്യം? ഓടി നടക്കും സൂര്യൻ ട്രെയിൻ അല്ല, ഒരു ജീവിയാണ്. മിന്നാമിനിങ് കറക്റ്റ് ആൻസർ. ഒരു പോയിന്റ് കിട്ടി. എന്തോ ആണല്ലേ? മത്തായി എന്ത് ചെയ്യുന്നു? ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളാണല്ലേ? പൈസക്ക് വേണ്ടി കിംസ് ആശുപത്രിക്കാർ കൊന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മത്തായി പൈസക്ക് വേണ്ടി. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആളൊരു പിരിയൻ നിലവിളി അപാരം എന്താണ്? ആളൊരു പിരിയൻ നിലവിളി അപാരം അല്ല. ജീവിയിലെ നടത്തിൽപ്പെടും, കടലിലൊക്കെ കാണും. ആളൊരു പിരിയൻ നിലവിളി അപാരം. തിമിംഗലം. തിമിംഗലം നിലവിളിക്കോ? കേട്ടിട്ടുണ്ടോ? ഡോൾഫിൻ അല്ല, കടലിലൊക്കെ കാണും. ചിലപ്പോ നമ്മൾ തീരത്തുനിന്ന് പറക്കും. തീരത്തുനിന്ന് ആ പറക്കൊക്കെ അല്ല, നമ്മൾ കൈ കൊണ്ട് പറക്കില്ലേ? എന്തോ കരിവാടു. ടൈം ഔട്ടായി. ശംഖ്. അത് നമ്മളിങ്ങനെ അത് യൂസ് ചെയ്യത്തില്ലേ? അപ്പൊ നല്ല സൗണ്ട് അല്ലേ കേൾക്കുന്നേ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 അമ്മമാർ തീ കൊണ്ട് വെന്ത് നീർന്നു. തീപ്പെട്ടിയല്ല, 3 അമ്മമാർ തീ കൊണ്ട് വെന്ത് നീർന്നു. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സാധനമാണ്, അടുക്കളയിലൊക്കെ ഉണ്ട്. സാധാ അടുപ്പ് അല്ലേ? ഓക്കെ, അപ്പൊ നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. നിങ്ങളെന്തോടെ അച്ഛന്മാരെ പരിചയപ്പെടുത്തുന്നത്? എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ അച്ഛന്മാരോട്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, സുന്ദരൻ എണ്ണ തേച്ചു കുളിച്ചു വന്നപ്പോൾ മേലാകെ തടിച്ചു പൊങ്ങി. ഇവിടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് കളിയാക്കുകയാണ്. ഒരു സുന്ദരൻ മേലാകെ എണ്ണ തേച്ച്. അതൊക്കെ ആരുടെ? മനുഷ്യനാണ് അല്ല, ഒരു സാധനമാണ്, കഴിക്കാനുള്ള സാധനമാണ്. സുന്ദരൻ എണ്ണ തേച്ച്. യെസ്, ഇവിടെ 2 പോയിന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ആകാശത്ത് കൂടെ തേരോടുന്നു, തേരാളി ഭൂമിയിൽ നിൽക്കുന്നു എന്താണ്? പട്ടം. 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. പാട്ട് പാടോ? കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനെ തീറ്റ കൊടുക്കാനായി
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയ 6ാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടാൽ വടി തിന്നാൽ മധുരം എന്താണ്? കരിമ്പ്. ഇവിടെയാണ് ആൻസർ ആദ്യം പറഞ്ഞത്. 4 ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. നേടാൻ പാട് കളയാൻ എളുപ്പം. വിദ്യാഭ്യാസം അല്ല. പാട് കളയാൻ എളുപ്പം. ഇത് മനുഷ്യന്റെ ഒരു പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചുള്ള ഒന്നാണ്. സ്വഭാവമല്ല, കുറച്ചുകൂടെ. ഇതിന് എല്ലാത്തിനെയും കൂടെ ചേർത്തൊരു പേര് പറയത്തില്ലേ? എന്താണ്? ജീവിതം. ഭാര്യ. നേടാൻ പാട് കളയാൻ എളുപ്പം. ഒരു കണക്കിന് അത് കറക്റ്റ് ആൻസർ ആണ്. ഭാര്യ നേടാൻ പാടാണ്, കളയാൻ എളുപ്പമാണ്. അല്ല, നേടാൻ പാട് കളയാൻ എളുപ്പം. പെട്ടെന്ന് പോവും ആ ഒരു സംഭവം. നേടാൻ ഒരുപാട് സമയം എടുക്കും. സന്തോഷം. അല്ല, അല്ല. നമ്മുടെ നാട്ടിലെ എന്താണ്? 4 അക്ഷരം. ഓടെ 4 അക്ഷരമുള്ള ഒന്നാണ്. പറയൂ. ഒരു പേരാണ്. എന്താണ് ആ പേര്? ഒരു പേര്, ലാസ്റ്റ് പേരുണ്ട്. നമുക്ക് എല്ലാ പേർക്കും, ചിലർക്കൊക്കെ കാണും നാട്ടില് ആ ഒരു ഇത്, ചിലർക്ക് കാണത്തില്ല. അല്ലല്ല, നല്ല പേര്. ആ നല്ല പേരിന് എന്താ വേറൊരു പേര് പറയുമല്ലോ? എന്താ? ഗുഡ് നെയിം. ഗുഡ് നെയിം അല്ല. എന്താ? അതിന്റെ അടുത്ത് വരണം. നല്ല സ്വഭാവം എന്ന് പറഞ്ഞ ആൾക്ക് പോയിന്റ് കൊടുക്കാം. സൽപ്പേര്, ഗുഡ്വിൽ. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ. ഇവിടെ 4 ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ചെങ്കുപ്പായം ഇട്ട് വഴിവക്കിൽ വാ പൊളിച്ചു നിൽക്കുന്നത് ആരാണ്? ചെങ്കുപ്പായം ഇട്ട് വഴിവക്കിൽ വാ പൊളിച്ചു നിൽക്കുന്നത് ആരാണ്? അല്ല. പോലീസല്ല. ജീവനില്ലാത്ത വസ്തുവാ. അല്ല. ഡസ്റ്റ്ബിൻ പോലെ ഒരു സാധനം ഇടുന്ന ഒരു സാധനം. പക്ഷെ അത് ഇച്ചിരി വാല്യൂ ഉള്ള സാധനമാണ് ഇടുന്നതന്നെ ഉള്ളൂ. ഡസ്റ്റ്ബിനിൽ നമ്മൾ വേസ്റ്റ് അല്ലേ ഇടുന്നത്. എന്താണ്? അല്ല, അതുപോലത്തെ വേറൊന്നും അല്ലേ. ക്ലൂ തരത്ത്. അല്ലെ, ക്ലൂ തന്നാ നിങ്ങളിപ്പോ പറയും. റെഡ് കളറാണ്. അതാണ് ചെങ്കോലെന്ന് ഉദ്ദേശിച്ചത്. അത് തന്നെ കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ 3 പോയിന്റ്, ഇവിടെ 4 പോയിന്റ്. അപ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരമായി, വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2 ക്വസ്റ്റ്യൻസ് ആണ് അവശേഷിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മണ്ണിനുള്ളിൽ കൊച്ചുരുളി എന്താണ്? മണ്ണിനുള്ളിൽ കൊച്ചുരുളി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു സാധനം. അതെന്താ? അത് കൃഷി ചെയ്യും. അല്ല, ഇത് നമ്മൾ കൃഷി ചെയ്ത് എടുത്ത് കഴിക്കുന്ന ഒരു സാധനമാണ്. ചീനി അല്ല, കപ്പ, മറ്റേ സവാള. സവാള അല്ല. കൊച്ചുരുളി. കൊച്ചുരുളി എന്ന് പറയുമ്പോൾ ഉരുളിയുടെ ആ ഒരു ഷേപ്പിൽ കാണപ്പെടും ഈ സാധനം. യെസ്, കറക്റ്റ് ആൻസർ. ഇവിടെ ഒരാൾ ഉണർന്നു. ലാസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. കാവൽ ഇല്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുമണികൾ എന്താണ്? ആ മുത്തുമണികൾ എന്താണെന്ന് പറയണം. ചൂലല്ല. കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുമണികൾ. അല്ല. കൊട്ടാരം. കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുമണികൾ. ക്ലൂ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ്. ഇല്ല. ചില നേരത്ത്, ചില സമയങ്ങളിൽ ഇങ്ങനെ മേലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇല്ല, മറ്റേത് അല്ല,
ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത കളറുള്ള മറ്റു സാധനം മഴയില്ലേ? രാത്രികാലങ്ങളിൽ കാണപ്പെടും. നക്ഷത്രം. മഞ്ഞ്. നക്ഷത്രങ്ങൾ